ഹലോ എവറി വൺ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഹെയർ ബ്രീഡ് ചെയ്യാൻ പോവാണ്. കുറേ വർഷത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഒന്ന് ബ്രീഡ് ചെയ്ത് കാണണം എന്നുള്ളത്. ഇന്ന് അതിനുള്ള സമയം എത്തിയിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് ബ്രീഡ് ചെയ്ത് തരാൻ പോകുന്നത്. ഒരു സ്ക്വയർ ടൈപ്പാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പൊതുവേ ഇവിടുത്തെ ആൾക്കാർ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് ചെറിയ ലെങ്ത് ആയിരിക്കും തലമുടി ഉള്ളത്. ഞാനിവിടെ എന്തായാലും എക്സ്റ്റൻഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം എൻ്റേത് അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ളൊരു ഹെയർ ആണ്. അപ്പോൾ ഇതാ നമ്മളിവിടെ അങ്ങനെ ഒരു പകുതി ഭാഗമൊക്കെ കഴിഞ്ഞു. പല സ്ഥലത്തും ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് എൻ്റെ ഹെയർ ഒന്ന് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെങ്ത് കൂടുതലായതുകൊണ്ട് എക്സ്പെൻസ് കൂടുതലാണ്, അതുപോലെ സമയവും ഒത്തിരി എടുക്കുമെന്നൊക്കെ പറയും. അതുകൊണ്ട് പലപ്പോഴായിട്ട് ഞാൻ ഈ ആഗ്രഹം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അങ്ങനെയാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ ബ്രീഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതെല്ലാം കെട്ടി ഒന്ന് വെക്കണം. ആദ്യം ലോക്ക് ചെയ്യുന്നൊരു പ്രൊസീജിയർ ഉണ്ട് ഫസ്റ്റ്. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മൾ ഈ കാണുന്ന ആഫ്രിക്കക്കാരുടെ ഹെയറൊക്കെ എത്ര പെയിൻഫുള്ളായിട്ടാണ് അവർ ബ്രീഡ് ചെയ്ത് വെക്കുന്നതെന്നൊക്കെ. അപ്പോൾ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇത്രയും ബ്രീഡ് ചെയ്യാനായിട്ട് നമ്മളെടുത്ത സമയം 1 മണിക്കൂറാണ്. 9 മണിക്ക് ഞങ്ങൾ തുടങ്ങി, ഇതേ 10 മണിയായിട്ടുണ്ട് ഇപ്പോൾ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തലേന്ന് രാത്രി ഇതുപോലെ പിന്നിയിട്ട് രാവിലെ അത് ഇളക്കി നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും തലമുടി കാണാനായിട്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പക്ഷേ ഈ പിന്നൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ആദ്യത്തെ ലോക്കിംഗ് നല്ല പെയിൻഫുള്ളാണ്. പക്ഷേ അതൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് അതവർ ചെയ്യുന്നത്. അതങ്ങനെ തന്നെ സെറ്റായിട്ടിരിക്കും. അതുപോലെ തന്നെ പാറ്റേൺ നമ്മൾ സാധാരണ 3 പിരി പിന്നുന്നത് പോലെ അല്ല ഇത് ചെയ്യുന്നത്. വേറൊരു പാറ്റേൺ ആണ് ഇവിടെ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 പേരും കൂടെ എൻ്റെ ഹെയർ അടിപൊളിയായിട്ട് ബ്രീഡ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഉറക്കം വന്നിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുവാണ്. പക്ഷേ എന്താ, എൻ്റെ വലിയ ആഗ്രഹം സാധിച്ച സന്തോഷം ഉണ്ട്. നന്നായിട്ട് ഇതെങ്ങനെ കെട്ടി സെറ്റ് ചെയ്ത് വെക്കുവാണ്. ഇച്ചിരി പെയിനൊക്കെ ഉണ്ട് എങ്കിലും ഭയങ്കര സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ? ഇതാ കണ്ടോളൂ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതാ 3 ദിവസം ഞാൻ അങ്ങനെ തന്നെ വെച്ചിരുന്നു. അങ്ങനെ 3-മത്തെ ദിവസം ഞാനത് ബ്രീഡിങ്ങൊക്കെ മാറ്റി. കാരണം ബ്രീഡ് ചെയ്ത് വെച്ചേക്കുന്ന സമയത്ത് നമുക്ക് തലമുടി വാഷ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ബ്രീഡിങ്ങൊക്കെ മാറ്റിയതിന് ശേഷം ഈ ഒരു സ്ട്രക്ചർ, തലമുടിയുടെ ഈ ഒരു സ്ട്രക്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പഞ്ഞി പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നല്ല പെയിൻ ഉണ്ട്. ബ്രീഡിങ് ഇളക്കിയതിന് ശേഷം എനിക്ക് നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ ഹെയർ നല്ല പെയിനുണ്ട്. പക്ഷേ ഈ ഒരു ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഹെയർ ബ്രീഡ് ചെയ്ത് ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഇവിടെ സാധിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ലുക്കൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണുന്നവരേക്ക് ടാറ്റാ ബൈ.